ഹേ ഹലോ വെൽക്കം ബാക്ക് ടു ദ മൂവി റിവ്യൂ ഓഫ് ദുരന്തർ പാർട്ട് 2 ദുരന്തർ റിവഞ്ച്. സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ നല്ല ഫൈറ്റും ഗൺ ഷോട്ടൊക്കെ ആയിട്ട് മൊത്തത്തിൽ റിവഞ്ച് മൂഡിൽ പോണ ഒരു റൺവീറിനെയാണ് നമുക്ക് ഈ മൂവിയിൽ കാണാൻ പറ്റുക. തുടക്കത്തിൽ നമ്മൾ ഒരു ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്, രൺവീർ സിംഗിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി. അവൻ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഈ സീക്രട്ട് ഏജൻ്റായിട്ട് പാകിസ്ഥാനിലെത്തിയത്, അതിന് മുന്നത്തെ ഒരു സ്റ്റോറി ഉണ്ട്. അത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് പാർട്ട് 1 വിട്ടിരുന്നൊരു ഭാഗമായിരുന്നു. അത് ഇതിൽ ശരിക്കും കാണിക്കുന്നുണ്ട് അവൻ്റെ ബാക്ക് സ്റ്റോറി എന്താണെന്നുള്ളത്. ദാറ്റ് വാസ് വെരി നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൻ്റെ ബാക്ക് സ്റ്റോറിയിൽ വരുന്നൊരു ഫൈറ്റ് സീൻ ഉണ്ട്. അതാണ് തുടക്കത്തിലൊരു കുറച്ച് മിനിറ്റുകൾ ആ ഒരു ഫൈറ്റ് സീനാണ്. ഒരു ഗൺ ഷോട്ട്, ഒറ്റയ്ക്കൊരു ഗണ്ണ് പിടിച്ച് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാണ്. അവിടുത്തെ ആ പ്രദേശത്ത് വലിയൊരു പുള്ളിയുടെ MLA ഒരു വീട്ടിൽ നിന്ന് അവൻ്റെ അനിയത്തിനെ രക്ഷിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ട്. അത് വൺ മാൻ ഷോ എന്ന് പറയില്ല, വൺ മാൻ ഷോ. അതാണ് പരിപാടി. ഒറ്റയ്ക്ക് പോയിട്ട് ഒക്കെ ഇതിന് തട്ടി നല്ല പക്കാ സാധനം. അതൊരു ഭയങ്കര അഡ്രിനൽ റഷ് തരുന്നൊരു സൂപ്പറായിട്ടുള്ളൊരു സീക്വൻസ് ആയിരുന്നു. ഈ മൂവിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായിരുന്നു. മൂവിയുടെ തുടക്കമായിരുന്നു എനിക്ക് ഏറ്റവും. ക്ലൈമാക്സിലാണ് അടിപൊളി ഫൈറ്റും കാര്യങ്ങളൊക്കെ മിക്കതും. മൂവീസിൽ വരെ കൂടുതലും വലിയ വലിയ സംഭവങ്ങളൊക്കെ ക്ലൈമാക്സിൽ കൊണ്ടുപോയി വെക്കുക. ബട്ട് ഫസ്റ്റ് തുടക്കത്തിലുള്ള ഈ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ബാക്ക് സ്റ്റോറിയിൽ വരുന്ന ഈ ഫൈറ്റ് അത് ഭയങ്കര നമ്മളെ എക്സൈറ്റിംഗ് ആയിട്ട്, മൂവിയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരുത്തുമെന്ന് അറിയില്ലേ. മൂവിയിൽ തുടക്കത്തിൽ സ്റ്റോറിയൊക്കെ കാണിച്ച് ഭയങ്കര സിമ്പിളായിട്ടൊന്നല്ല സ്റ്റാർട്ട് ചെയ്യണത്. ഇങ്ങനെ അങ്ങോട്ട് നേരെ അങ്ങോട്ട് കിടക്കാണ് ഫൈറ്റിലേക്ക്. പിന്നെ അവിടുന്ന് ബാക്ക് സ്റ്റോറിയിൽ ഒരു ഫൈറ്റ്, അത് കഴിഞ്ഞിട്ട് പ്രസന്റ് സിറ്റുവേഷനിലേക്ക് വരും. അക്ഷയ് ഖന്ന ചെയ്ത വില്ലൻ ക്യാരക്ടർ മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാണ് മൂവിയിൽ. എന്തൊക്കെ പറഞ്ഞാലും അക്ഷയ് ഖന്നനെ നമുക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ. പാർട്ട് 1 നല്ല ഓറ തരുന്ന ഒരു വില്ലൻ. ആളുടെ അത്ര ഫൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ആ മൂവിയിൽ ആളുടെ ഒരു പ്രസൻസ് ഈസ് വെരി വെരി സ്ട്രോങ് പ്രസൻസ് അക്ഷയ് ഖന്നയുടെ. അതിൻ്റെ ഒരു കുറവ് എന്തായാലും പാർട്ട് 2 പക്ഷേ പാർട്ട് 2 അത്യാവശ്യം ആളുടെ ഒരു കുറവ് നികത്താൻ വേണ്ടി കുറേ 2-3 വില്ലന്മാർ, 2-3 വില്ലന്മാരൊക്കെ പാർട്ട് 2 മൂവിൽ മൊത്തം റിവെഞ്ചാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫൈറ്റ് സീന്, ഇടയ്ക്ക് ഗൺ ഷോട്ട്, അങ്ങനെ ഫുൾ ഫൈറ്റാണ്. നമ്മളെ ടൈം പോകണമെന്ന് അറിയണില്ല. എന്തോ ഒരു ടൈമായി മൂവിയുടെ ലെങ്ത് വരുന്നതെന്നാണ് ഞാൻ മൂവിക്ക് പോകാനായിട്ട് മുന്നേ ചിന്തിച്ചത്. ഒരു 3.25 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു. പക്ഷെ അത് ഒരു നല്ല രീതിയിൽ അവർ ഡീൽ ചെയ്തിട്ടുണ്ട്. അത് അവരുടെ മേക്കിംഗ് കൊണ്ടും മൂവിയുടെ ഒരു സീക്വൻസ് കൊണ്ടൊക്കെ കവർ ചെയ്ത് നമ്മളെ പിടിച്ചങ്ങനെ ഇരുത്തും. നമുക്ക് അധികം ബോറടിപ്പിക്കില്ല. ചെറിയ ലാഗ് ഉണ്ട് കേട്ടോ, ചെറുതായിട്ട് അവിടെ ഇവിടെയും ചെറിയ, അതൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അതൊക്കെ ഞാൻ ലാഗ് നോക്കി കണ്ടുപിടിച്ചതാ. നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല ലാഗും കാര്യങ്ങളൊന്നും. പിന്നെ സാറ ഇതിലെ ഹീറോയിൻ ക്യാരക്ടർ നന്നായിട്ട് ചെയ്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് 1 വെച്ച് നോക്കുമ്പോൾ, ദുരന്തർ പാർട്ട് 1 2 കിടക്കുമ്പോൾ ഇതിലെ ക്യാരക്ടർ, സാറയുടെ ക്യാരക്ടർ നല്ലപോലെ അവൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. 1 നന്നായിട്ട് അവളുടെ ക്യാരക്ടർ ഇതിൽ ഇമ്പ്രൂവ് ചെയ്ത്, അവളുടെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. രൺവീർ സിംഗ് ഈ മൂവിക്ക് വേണ്ടി എടുത്ത എഫേർട്ടിനെ പറ്റി പറയാണ്ടിരിക്കുക. അപ്പോൾ അത് നല്ല അടിപൊളി എഫേർട്ടാണ്. അതിപ്പോൾ ഫസ്റ്റിലായാലും ശരി സെക്കൻഡിലായാലും നല്ലപോലെ എഫേർട്ട് എടുത്തിട്ടാണ് മൂവിയിൽ പെർഫോം ചെയ്തിരിക്കുന്നത് രൺവീർ സിംഗ്. രൺവീർ സിംഗിൻ്റെ കരിയറിൽ നല്ല അടിപൊളി മൂവി കിട്ടി ആൾക്ക്, കോളടിച്ച് അങ്ങനെ വേണം പറയാൻ. ബോളിവുഡിൽ ഇതേപോലെ ഇത്ര എല്ലാവരും പിടിച്ചിരുത്തുന്ന നല്ല അടിപൊളി പടം, ലാൻഡ്മാർക്കാക്കി കാണിക്കാവുന്നൊരു മൂവി അങ്ങനെ അധികം വരലില്ല. കുറേ ആൾക്ക് ശേഷമാണ് ഈ ഒരു ഹിന്ദി മൂവി സെക്ടറിൽ നല്ല കിടിലം ഇതേപോലെ ഒരു മൂവി വരണത്. എന്തായാലും അടിപൊളി വർക്കായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട് മൂവി. ഇതിലെ ഫൈറ്റ് സീക്വൻസും ഗൺ ഷോട്ട്സും അതേപോലെ ആ ഒരു പ്രൊഫഷണൽസ് ഇല്ല, ഗണ്ണ് ഹാൻഡിൽ ചെയ്യണതും ഓരോ സീക്വൻസും ഓരോരോ ക്യാരക്ടേഴ്സ്, സൈഡ് ക്യാരക്ടേഴ്സ് അവരടക്കം അടിപൊളിയായിട്ട് മൂവിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ മൂവിയിൽ വില്ലൻസിൻ്റെ സൈഡിലേക്ക് വരാച്ച് കഴിഞ്ഞാൽ നമ്മുടെ സഞ്ജയ് ദത്ത് ഒരു വില്ലനാണ്. പിന്നെ അതുപോലെ ഒരു സ്വർണ്ണപ്പല്ലുള്ള ഒരാളില്ലേ, ആള് വില്ലനാണ്. പക്ഷെ ആളുടെ ക്യാരക്ടറിനെ ഫസ്റ്റ് കാണിച്ചപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു, ഇവനായിരിക്കും അടുത്ത പാർട്ട് 2 അടിപൊളി വില്ലനായിട്ട് വരാൻ പോകണം. മെയിൻ വില്ലൻ ഒരു പൊസിഷനിലേക്ക് ആളെയാണ് കൊണ്ടുവരാന്നുള്ള ഒരു നമുക്ക് ഒരു ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷെ അതേപോലെ തന്നെ സംഭവിച്ചു. ആൾ തന്നെയാണ് വില്ലനായിട്ട് കൊടുത്തിട്ടുള്ള സ്വർണ്ണപ്പല്ലുള്ള ആള്. അപ്പോൾ അയാൾ ഇതിൽ ആളുടെ ക്യാരക്ടർ അക്ഷയ് ഖന്ന ചെയ്യുന്നൊരു വില്ലൻ ക്യാരക്ടർ, ആ ഒരു ഓറ അത് കൊണ്ടുവരാൻ ആൾക്ക് സാധിച്ചിട്ടില്ല കേട്ടോ. ആള് വില്ലനൊക്കെ തന്നെ അടിപൊളി വില്ലൻ തന്നെയാണ്. പക്ഷെ അക്ഷയ് ഖന്നനെ നമ്മൾ വിട്ടുകൊടുക്കില്ല. ആ വില്ലൻ, ടോപ്പ് വില്ലൻ എന്ന് പറയുമ്പോൾ ഒരു വില്ലനിസം ഫീൽ പക്ക കിട്ടുന്നത് അക്ഷയ് ഖന്നയിൽ തന്നെയായിരുന്നു. ഇയാളും ഇതിൽ പിന്നെ നമ്പേഴ്സാണ് വില്ലന്മാർ, കുറേ വില്ലന്മാരാണ്. അതിൽ അക്ഷയ് ഖന്ന എന്നൊരു ഗ്യാങ്സ്റ്ററിനെ
നമ്മുടെ രൺവീർ സിംഗ് തീർക്കണു. ബട്ട് ഇതിൽ അവന് കുറേ ലിസ്റ്റ് ഉണ്ട്, കുറേ ആൾക്കാരെ കൊല്ലാണ്ട്, കുറേ ടെററിസ്റ്റ് ഗ്രൂപ്പ്, അങ്ങനെ ഇവരൊക്കെ കൊല്ലണം, അങ്ങനെ ഒരു മൂവിയാണ്. പിന്നെ കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. രൺവീറിന് കുറേ ചാലഞ്ചസ് ഈ മൂവിയിൽ വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ ബാക്ക് സ്റ്റോറിയിൽ കണക്റ്റ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ്, പിന്നെ കുറേ പേര് മരിക്കുന്നുണ്ട്. നമ്മുടെ വില്ലൻ സൈഡിലും ഹീറോൻ്റെ സൈഡിലും കുറേ പേര് മരിക്കണൊക്കെ ഉണ്ട്. പിന്നെ നല്ല ബ്രൂട്ടലാണ്. ഈ 18 വയസ്സിൽ ആളുകൾ എന്തായാലും കുട്ടികളൊക്കെ ആയിട്ടൊന്നും പോയി കാണരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂട്ടലിനൊരു പീക്കായിട്ടുള്ള കുറേ മൂവീസ് ഉണ്ട്, അതിൽ ഉൾപ്പെടുത്തേണ്ടി വരും ചിലപ്പോൾ. എന്ന് വെച്ചാൽ അത്ര ബ്രൂട്ടൽ പച്ചയ്ക്ക് കാണിക്കും. അങ്ങനെ ബ്രൂട്ടലായിട്ടുള്ള സീൻസൊക്കെ ഉണ്ട് മൂവിയിൽ. അവിടെ എന്നൊക്കെ പറഞ്ഞാൽ മൂവി ഫൈറ്റ് സീക്വൻസ് കൊണ്ടും സ്റ്റോറി ലൈൻ കൊണ്ടും നമ്മളെ നന്നായിട്ട് പിടിച്ചിരുത്തും. ഇന്ത്യയുടെ ഒരു ഏജൻ്റ് ആയിട്ടാണല്ലോ പാകിസ്ഥാനിലേക്ക് രൺവീർ സിംഗ് പോണത്. അപ്പോൾ അവിടെ ഇന്ത്യയുടെ ഏജൻ്റായിട്ട് നിന്ന് പിന്നീട് അവൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന എൻ്റെ ഫാമിലി, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തു, കുറേ ക്ലാരിറ്റി വരുത്തി. പാർട്ട് 1 കണ്ടിട്ട് നമുക്ക് വരാത്ത പല ക്ലാരിറ്റിയും പാർട്ട് 2 നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ നോട്ട് നിരോധിക്കുന്നത്, ഇന്ത്യയിൽ പാകിസ്ഥാൻ അറ്റാക്ക് അല്ലെങ്കിൽ ഡ്രഗ് ഡീലിംഗ് ഒക്കെ വരുമ്പോൾ അതൊക്കെ ഇന്ത്യ അതിനെ പ്രതിരോധിച്ച് എങ്ങനെയാണ് അതൊക്കെ കണക്ട് ചെയ്ത് നമ്മുടെ രാജ്യത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഇതിൽ കണക്ട് ചെയ്ത് കാണിക്കുമ്പോൾ നമുക്കത് കുറേ എന്തുകൊണ്ടാണ് രാജ്യത്ത് ഇങ്ങനെ കുറേ തീരുമാനങ്ങൾ എടുക്കണമെന്നതിനെ കൂടുതൽ ക്ലാരിറ്റി വരും. നമ്മുടെ ഒരു ഇന്ത്യൻ പൗരന്മാർക്ക് ഒരുവിധം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ നോട്ട് നിരോധനൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് അതൊരു നല്ല കാര്യമായി. അതായത് അത് നമ്മൾ ഇന്ത്യക്കാരതിനെ പറ്റിയിട്ട് ഒരു അവബോധവന്മാരായിരിക്കണം എന്നുള്ള ഒരു മെസ്സേജും അതിൽ വന്നിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല ഇതിൽ സോങ്സിൻ്റെ ഒരു ഭാഗം നോക്കുക വെച്ച് കഴിഞ്ഞാൽ മൂവീസിൽ അത്ര പാർട്ട് 1 നോക്കുമ്പോൾ അത്ര അടിപൊളി നമുക്ക് ഓർത്ത് വയ്ക്കാൻ മാത്രം അങ്ങനെ സോങ്സ് ഒന്നുമില്ല. സോങ്സ് ഉണ്ട്, ബട്ട് അത്ര പക്ക കിട്ടില്ല സാധനമൊന്നും എന്ന് പറയാനുള്ള സോങ്സ് ഒന്നുമില്ല. കൂടുതലും BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതൊക്കെയാണ് മെയിനായിട്ടുള്ള പരിപാടി. പിന്നെ പഴയ സോങ്സിനൊക്കെ എടുത്തിട്ടിട്ട് പുതിയ ഒരു ബീറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഉള്ള പരിപാടി ഇല്ലേ, നമ്മുടെ കഴിഞ്ഞ പാർട്ട് 1 ചെയ്ത പോലെ ഇതിലും അങ്ങനെ പരിപാടി പിടിച്ചിട്ടുണ്ട്. എന്തായാലും സോങ്സ് അങ്ങനെ കാര്യമായിട്ടില്ല. എന്തായാലും മൂവി ഓവറോൾ നോക്കുക വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെങ്ത്ത് വെച്ച് നോക്കുമ്പോൾ ഈ 3.25 മണിക്കൂറിനുള്ളിൽ അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റാണ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു മൂവി. അപ്പോൾ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഈ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് നോക്കാം എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ എന്തായാലും അടുത്തൊരു മൂവിയുമായിട്ട് കാണാം. ബൈ.